പുതിയ സെക്യൂരിറ്റി ഒക്കെ വന്നു. അച്ഛൻ, ഇത് ദേവിയുടെ അച്ഛനാ. നമസ്കാരം സാർ. നീ വണ്ടിയെടു. നമസ്കാരം സാർ. എന്താ അച്ഛാ ഇത്? ആരച്ഛനെ സെക്യൂരിറ്റി ആക്കിയത്? ഞാൻ ചോദിക്കാം. വേണ്ട മോനെ, വേണ്ട. ഇതും ഒരു ജോലിയല്ലേ? ഇങ്ങനെയൊരു ജോലി തരാൻ കാണിച്ചത് ഒരു പുണ്യ. അച്ഛനോട് ഇവിടെ വന്ന് ജോലി സ്വീകരിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ? എന്നിട്ടിപ്പോ എന്തിനാ വന്നേ? മീരമോള് വിളിച്ചു പറഞ്ഞു. ഞാൻ വന്നപ്പം പ്രഭാ മാഡം സെക്യൂരിറ്റി ആയിട്ട് നിയമിച്ചു. പ്രഭാ മേഡോ? ഇവിടെ മേഡോ ഒന്നുമില്ല. അച്ഛനേക്കാൾ പ്രായം കുറഞ്ഞ ആളാ അമ്മ, മകളുടെ ഭർത്താവിന്റെ അമ്മ. പേര് പറഞ്ഞു വിളിക്കാം, പ്രഭാവതി. അങ്ങനെ പറഞ്ഞാ മതി. അച്ഛാ, ഇതെന്ത് ഏർപ്പാടാ? ദേവിയുടെ അച്ഛനെ സെക്യൂരിറ്റി ആയിട്ടാണോ നിയമിക്കുന്നേ? ഓഫീസിൽ വേറെ ചെറിയ ജോലി വല്ലതും കാണുമല്ലോ, ഓഫീസ് സ്റ്റാഫോ അങ്ങനെയൊക്കെ. സെക്യൂരിറ്റി ആയിട്ട് നിയമിച്ചതിന് വല്ല പേപ്പർ മറ്റോ തന്നോ? അയ്യോ, അങ്ങനെയൊന്നും തന്നില്ല മോനെ. അച്ഛനെ വന്നേ. എന്താ ദേവി ഇത്? ഇങ്ങനൊരു ജോലിക്ക് അച്ഛനെ സമ്മതിച്ചെന്തിനാ? ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റി പണിക്ക് നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സെക്യൂരിറ്റി പണി മാത്രമല്ല നന്ദു, വീട്ടുജോലി ചെയ്യണം, കടയിൽ പോണം, തുണി അലക്കണം, എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. തുണി അലക്കുന്ന കടയിൽ പോകുന്നതൊന്നും കുറവുള്ള കാര്യമല്ല, വീട്ടുജോലി ചെയ്യുന്ന ക്ഷീണമല്ല. പക്ഷേ അച്ഛൻ ഇപ്പൊ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ, എല്ലാരെയും പരസ്യമായിട്ട് അപമാനിക്കാൻ വേണ്ടിയാ. പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി പൊക്കിവിടായിരുന്നോ? അത് അങ്കിള് കൂടി ചെയ്യണ്ടേ? ഇതൊക്കെ മുൻകൂട്ടി കണ്ടാ ഞാൻ പറഞ്ഞത് അച്ഛൻ ഇവിടെ ജോലിക്ക് വരണ്ടാന്ന്. ഒരു കാര്യം ചെയ്, അച്ഛൻ കാർ കയറി, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. മോനെ വേണ്ടടാ. അച്ഛാ, കാറിൽ കയറാനാ ഞാൻ പറഞ്ഞ. വേണ്ട നന്ദ, എനിക്ക് തോന്നുന്നത് മാധവനെ പറഞ്ഞയക്കുകയല്ല, ഇവിടെ നിലനിർത്തുക വേണ്ടത്. അച്ഛാ, അച്ഛൻ എന്തായി പറയുന്നേ? നീ വിഷമിക്കണ്ട മോളെ, വഴിയുണ്ട്. ഇപ്പോ ഈ വീടിന്റെ ഏതോ കോണിൽ നിന്നോ എവിടെ നിന്നോ പ്രഭ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാ? നമ്മുടെ പ്ലാനിങ് എന്താണെന്നറിയാൻ. ഞാൻ കരുതുന്നത് പ്രഭയുടെ ആദ്യത്തെ പരീക്ഷണത്തിൽ മാധവൻ വിജയിച്ചെന്നാ. മീരയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതായതുകൊണ്ടാ പ്രഭയ്ക്ക് മാധവന് ജോലി കൊടുക്കേണ്ടി വന്നത്. അതൊരു തോൽവിയായി പ്രഭയ്ക്ക് തോന്നി. അവിടെ നിന്ന് എങ്ങനെ ജയിച്ചു കയറാമെന്ന് ചിന്തിച്ചു കാണും. അപ്പോഴാവും ഇങ്ങനൊരു ആശയം തോന്നിയത്. ദേവികയുടെ അച്ഛനെ ഇവിടുത്തെ വീട്ടുജോലിക്കാരനാക്കാം, വിറക് വെട്ടിയും വെള്ളം കോരിയാക്കാം. ഇതാണ് ജോലി എന്നറിയുമ്പോ മാധവൻ സ്വയം അങ്ങ് പിരിഞ്ഞു പോവും.
ഇവിടെ പക്ഷെ അത് നടന്നില്ല. മാധവൻ ഈ ജോലി സ്വീകരിച്ചത് വാസ്തവത്തിൽ ഇപ്പോ പ്രഭയ്ക്കാ ക്ഷീണം.